എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഒത്തിരി സൗകര്യമുള്ളൊരു അടുക്കളയൊന്നും അല്ല കേട്ടോ, വാടക വീടാണ്. അവിടെ എൻ്റെ കുഞ്ഞടുക്കള, ഒത്തിരി പാത്രങ്ങളോ വലിയ വലിയ സൗകര്യങ്ങളോ ഒന്നുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ചില വീഡിയോ കാണുമ്പോൾ ആലോചിക്കും ഇതെന്താ ഇത്ര സംഭവമെന്ന്. വാടക വീടാണെങ്കിലും കുഞ്ഞു വീടാണെങ്കിലും നമ്മുടെ അടുക്കളയും നമ്മുടെ ജീവിതമൊക്കെ നമുക്ക് വലുതല്ലേ. അപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലിലെ മറ്റുള്ള ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്ബാക്കാനും, ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലിട്ട് പോകാം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ശരിക്കും മടി പിടിച്ചൊരു ദിവസമായിരുന്നു, ഞായറാഴ്ച. ഒത്തിരി താമസിച്ചാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിലൊരു പലഹാരമായിട്ടോ ഞാൻ ആക്കിയത്. പുട്ടും കിഴങ്ങേറിയും പപ്പടമായിരുന്നു. രാവിലെ അധികം കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് എന്തോ അറിയില്ല, വളരെ സങ്കടമുള്ളൊരു ദിവസമായിരുന്നേ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമുക്ക് സങ്കടം തോന്നത്തില്ലേ, അതുപോലൊരു ദിവസം. കരയണോ, ചിരിക്കണോ, പാട്ട് കേൾക്കണോ. സാധാരണ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഏട്ടനോട് കുറേ നേരം വർത്തമാനം പറയും. ഇന്ന് പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും തന്നെ തെറ്റിക്കാതെ അമ്പലത്തിൽ പോവുകയും വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്തെങ്കിലും വീഡിയോ എടുക്കണമെന്ന് പോലും പ്ലാനിങ് ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ടാട്ടോ ഞാൻ അമ്പലത്തിൽ പോകുന്നതോ വിളക്ക് കത്തിക്കുന്നോ ഒന്നും വീഡിയോ ഉൾപ്പെടുത്താൻ. സാധാരണ എൻ്റെ എല്ലാ വീഡിയോയിലും അത് കാണും, എങ്കിലും മക്കളുള്ള ദിവസമല്ലെന്നോർത്ത് വളരെ എന്താ പറയേണ്ടത്, അവരോടൊപ്പം കുറച്ചധികം സമയം ചിലവഴിക്കണമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ഉള്ള വിഷമമൊന്നും പുറത്ത് കാണിക്കാൻ ഞങ്ങളത് കാപ്പി കുടിക്കാനിരുന്നു കേട്ടോ. പുട്ടും കിഴങ്ങേറിയും പപ്പടവും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ പപ്പടവും കിഴങ്ങേറിയും പപ്പടവും കടലക്കറിയായിട്ടൊക്കെ പുട്ട് കഴിക്കാനായിട്ട്. മോൻകൊണ്ട് ഇച്ചിരി മടിയാണെങ്കിലും അവൻ കഴിക്കുന്നുണ്ട്. ഞാനെന്തേ പുട്ടും പപ്പടവും കിഴങ്ങേറിയായിട്ട് കഴിക്കുവാണേ. ഇനി ഗ്യാസിന് നല്ല ടൈറ്റാണല്ലോ, നിങ്ങളൊക്കെ എല്ലാവരും വാർത്തയൊക്കെ കാണുന്നതായിരിക്കും. ഇവിടെയും ഗ്യാസ് തീർന്നാൽ പണി തരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്നത്തെ ഫുഡും ഞാൻ പുറത്തിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തീ പിടിപ്പിച്ച് അരി വെളിയിലിട്ടിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. എന്നിട്ട് ഞാൻ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ക്ലീനിങ്ങിന് കയറി. ഇന്ന് പെരയ്ക്കാൻ തുടയ്ക്കുന്നില്ല, ഭയങ്കര മടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതുകൊണ്ട് തൂത്തിറക്കുക, തുണിയുണ്ട് കഴുകാനായിട്ട്. അതിന് തൂത്തിറക്കിയിട്ട് വേണം ആ പരിപാടിയൊക്കെ തീർക്കാനായിട്ട്, തിരി കെട്ടാനായിട്ട് കയറണം. അപ്പം ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സെന്നെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നും അറിയാത്തൊരു സങ്കടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. അതുകൊണ്ട് എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മടിയുള്ളൊരു മനസ്സുമായിട്ടാണ് നിൽക്കുന്നത്. അതിനെന്നെ മൗലിമോൾ കളിയാക്കുന്നുണ്ട്. ഇന്ന് എന്ത് പറ്റണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവളോട് പുരാണം പറഞ്ഞുകൊണ്ടായിട്ടോ ജോലിയൊക്കെ തീർക്കുന്നത്. അവളങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് എന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അതവളുടെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ വീട്ടിൽ സൈലൻ്റ് ആയാലേ അവൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ജോലിയൊക്കെ ഇങ്ങനെ പതുക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ നേരത്തെ 9 മണിക്ക് മുമ്പ് എൻ്റെ ജോലി തീരും. ഇന്ന് എനിക്കൊന്ന് ഇപ്പം സമയം 10:30 ബാക്കി ജോലി എല്ലാം കിടക്കുക. അപ്പോൾ ഇനിയിപ്പോൾ പെരയ്ക്കാൻ തൂത്തിറക്കിയിട്ടൊന്ന് അടുക്കള വാതിലും കൊണ്ട് തൂത്തിറക്കിയിട്ട് വേണം, തുണി കഴുകണം, മീൻ വെട്ടണം, അങ്ങനെ ഒത്തിരി പരിപാടികളാണേ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കരയണോ ചിരിക്കണോ എന്നൊരു മാനസികാവസ്ഥ എനിക്ക് മാത്രമൊന്നും ആയിരിക്കത്തില്ലല്ലേ. എന്നെപ്പോലുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഇടയ്ക്കൊക്കെ തോന്നുന്നൊരു ഫീലിങ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ചില സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചില സമയത്ത് ഒന്നിനൊരു മൂഡ് കാണത്തില്ല, വല്ലാത്തൊരവസ്ഥയാണെന്നൊക്കെ. ഇന്ന് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് എടുത്തിങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെയുള്ള അമ്മമാർ അനിയത്തിമാരും ഒക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ടിപ്പ് ഉണ്ടെങ്കിൽ കൂടെ പറയണേ. ഞാനിങ്ങനെയാണ്, ഇല്ലാത്ത ജോലി ഉണ്ടാക്കി ചെയ്യും. അതാണ് എൻ്റെ ഒരു ഹോബി, ഇങ്ങനെ മനസ്സ് താളം തെറ്റി നടക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ പാട്ട് കേൾക്കും. ഇന്ന് പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പാട്ട് വെച്ച് കഴിഞ്ഞാലും സമാധാനത്തൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ തുണി മുക്കി വെക്കാനായിട്ട് പോവാം കേട്ടോ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഞാൻ ശരിക്കും ടയേർഡായി. വയ്യാന്നൊരു ഇതിലാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ലൈൻ പൈപ്പ് ഇന്ന് വേണം കേട്ടോ, തുണി അലക്കാനും കുളിക്കാനും എല്ലാത്തിനുമുള്ള വെള്ളം നമ്മളതിന് ചാർജ് കൊടുക്കണം. അപ്പം വാടക പ്ലസ് വാട്ടർ ചാർജ്, കറണ്ട് ബില്ല്, അപ്പം തന്നെ ഒരു മാസത്തെ കണക്ക് നിങ്ങൾക്ക് ആവറേജ് കണക്ക് കൂട്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാത്തിനുള്ള വെള്ളം നമുക്ക് ലൈൻ പൈപ്പിൽ നിന്ന് എടുക്കണം. മോട്ടർ താത്തിട്ടില്ല, മോട്ടർ ഇവിടെ ഉണ്ടായിരുന്നതാന്ന് തോന്നുന്നു, നമുക്കറിയില്ല. ഇനി എന്തെങ്കിലും സ്വന്തമായിട്ട് വീടൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി കുഞ്ഞാണെങ്കിലും വെക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ കേശുടെ കളിയാണ്. ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇല്ലെങ്കിൽ TV, ഇത് തന്നെ കേട്ടോ അവൻ്റെ പരിപാടി. അവൾ പിന്നെയും സമയം കണ്ടെത്തി പഠിക്കാനൊക്കെ ഇരിക്കും. ഇവരെ നമ്മൾ നിർബന്ധപൂർവ്വം ഇങ്ങനെ പിടിച്ചിരുത്തിയാലേ അവൻ പഠിക്കത്തുള്ളൂ.
അല്ലെങ്കിൽ ഒന്നിങ്ങനെ പേടിപ്പിക്കണം. അതാണ് എൻ്റെ അവിടെയും ലാസ്റ്റത്തെ വഴി. പിന്നെ ഞാൻ ദേ മീൻ വെട്ടാനായിട്ട് കയറിയ തുണി അവിടെ മുക്കി വെച്ചിരിക്കുക. ഇന്നിപ്പോൾ വട്ടമത്തിയുണ്ട്, കണ്ണിയില, തിരിയാൻ എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പോൾ ഞാനോർത്ത് ഈ വട്ടമത്തി മാങ്ങയിട്ട് അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം മറ്റേ മീൻ വറക്കാൻ ഓർത്തു. മറ്റേ മീൻ കുറേ ദിവസമായിട്ട് ഈ മീൻ തന്നെയാണ്, ഈ തിരിയാൻ എന്നൊക്കെ പറയുന്ന മീനില്ലേ, അതാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടേ കറി വെക്കാനൊരു മടി, വറക്കുമ്പോൾ അവർക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ മീൻ, അതായത് വട്ടമത്തി എന്ന് പറയും, നിങ്ങളവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, അത് മാങ്ങയിട്ട് അരച്ച് കറി വെക്കാന്നുള്ള പ്ലാനിങ്ങില്ല. കുറച്ച് പയറിരിപ്പുണ്ട്, അതും തോരൻ വെക്കണം. പിന്നെ ഞാൻ അതേ തുണി അങ്ങ് കഴുകിയിടുക. നല്ല എരിയായ വെയിലത്തിൽ നിന്നുള്ള തുണി കഴുകുന്നത്. മടി പിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നാളെ ആകുമ്പോഴത്തേക്കും കൂടുതൽ തുണി ഇട്ട് കഴുകുന്നത് എനിക്ക് മടിയാണ്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ തുണി കഴുകിയിട്ടു. ഇടാനുള്ള മാങ്ങയാണ് ഭയങ്കര പുളി, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് 2 പേരും വന്ന് ചോദിക്കുന്നു ഒരു പീസ് മാങ്ങ തരുമെന്ന്. ആകെ ഒരു മാങ്ങയേ ഉള്ളൂ, ഞാൻ കൊടുത്തില്ല. ഇച്ചിരി ഞാൻ വായിലിട്ടപ്പോഴേ നല്ല പുളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കറി നമുക്ക് ചേർത്ത് അടുപ്പത്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്യാസ് ലാഭം. അതുകൊണ്ട് ചോറ് ഇറക്കി വെച്ചിട്ട് വെള്ളത്തെ അടുപ്പത്തോട്ട് മീൻകറി വെക്കാം. സത്യം പറഞ്ഞാൽ മീൻകറിയൊക്കെ അങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. ജോലി എളുപ്പം നോക്കിയേ ഗ്യാസേ വെക്കുന്നത്. വലിയ പറമ്പായതുകൊണ്ട് ഇവിടെ ആവശ്യത്തിലധികം വിറകുണ്ട്. നമുക്ക് തീ കത്തിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് പൊക്കമുള്ള പെരയായതുകൊണ്ട് കയറുന്നത് ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചോറ് ഇറക്കി വെച്ചിട്ട് നമുക്ക് മീൻകറി അങ്ങ് വെക്കാവേ. വെളിയിലത്തെ അടുപ്പിലാണ് ഈ പാചകമൊക്കെ ചെയ്യുന്നതെങ്കിലേ നമുക്ക് അകത്തോട്ട് കയറി ഇറങ്ങി നിൽക്കണം. കാക്കയുടെ ശല്യം കാണും. ഇന്നിപ്പം ഞാൻ മൗലിനെയും കേശുവിനെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവിടെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. നേരെ മറിച്ച് 9 മണിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ അടുപ്പ് അത്രയും പ്രശ്നമില്ല, കാറ്റിൻ്റെയൊക്കെ വലിയ പ്രശ്നം വരത്തില്ല. അല്ലെ തീ കത്താനൊക്കെ ഭയങ്കര ഭയങ്കര പാടമല്ലേ അപ്പുറം ഇപ്പുറമൊക്കെ. അപ്പോൾ ഇനി അകത്തോട്ട് കയറിയിട്ട് വറക്കാനുള്ള മീനങ്ങ് പുരട്ടി വെക്കുവാണേ. അന്നേരം നമ്മുടെ മൗലിമോള് പറയുന്നുണ്ട് ഇച്ചിരി വെള്ളം കലക്കി ദാഹിക്കുന്നു എന്നൊക്കെ. അല്ലേലും ടാങ്ക്, നാരങ്ങ, പൈനാപ്പിൾ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അപ്പടി ദാഹം. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലുള്ള പിള്ളേരൊക്കെ? എന്ത് പറഞ്ഞാലും ഞാൻ തന്നെ കലക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരെ തന്നെ കലക്കാൻ വിടുവാണെങ്കിൽ പാത്രം മുഴുവൻ ഞാൻ തന്നെ കഴിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മീൻ കൊണ്ട് വറക്കാനിട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മീൻ കറി കൊണ്ട് ഇറക്കി വെച്ചിട്ട് മീൻ അങ്ങ് വറക്കാനിടുക കേട്ടോ. നല്ല തീ ഉള്ളത് കൊണ്ട് നമുക്കിതൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോകും. അപ്പോൾ ഞാൻ ടാങ്ക് കലക്കാനായിട്ട് വന്നോട്ടെ. 2 ടാങ്കേ ഉള്ളായിരുന്നു. അതങ്ങോട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് തണുത്ത വെള്ളമായിട്ട് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കൊടുത്ത് ഞാൻ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, വാലേ നടക്കും. അതാണ് ഇവരുടെ പരിപാടി. കൂട്ടത്തിൽ ഇത്രയും ജോലി ചെയ്ത് ക്ഷീണിച്ചല്ലേ, ഞാനും കുടിച്ച ഒരു ഗ്ലാസ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അടിപൊളിയാണെന്നും പറഞ്ഞാൽ അവർക്കങ്ങ് കൊടുത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇറക്കിയിട്ട് വേണം, ചോറ് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയല്ലേ, അതൊന്ന് തിളപ്പിച്ച് അടച്ചാൽ മതി. ഈ അടുപ്പായതുകൊണ്ട് അടച്ചിടാനൊക്കെ ഭയങ്കര പാടാണ്. പയർ ഞാൻ ഗ്യാസല്ല കേട്ടോ വെക്കുന്നത്, ചീനച്ചട്ടി വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അവിടെ എൻ്റെ മടി തന്നെ കാരണം. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പയർ അടുപ്പത്തോട്ട് വെച്ച് ഇനി ഇച്ചിരി തേങ്ങയും കൂടെ ചായച്ചിട്ട് തോരനാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഉച്ചലത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷ് ആവണം, തിരി കെട്ടാൻ കയറണം. മീൻ വെട്ടുന്നത് കൊണ്ട് തന്നെ ഇനി ഒന്ന് മേല് കഴുകിയിട്ട് തിരി കെട്ടാൻ കയറത്തുള്ളൂ. അങ്ങനെ അതേ ഒരു 1:45 ആയപ്പോഴത്തേക്കും കേശൂട്ടന് ചോറ് കൊടുക്കുക കേട്ടോ. കുറേ നാളെ അവന് വാരി കൊടുത്തിട്ട്. അപ്പോൾ അവൻ പറഞ്ഞ അമ്മ ഒന്ന് വാരി തരുവാന്ന്. അതുകൊണ്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അവന് ഞാൻ ചോറ് വാരി കൊടുക്കുക കേട്ടോ. ആ ഒരു സന്തോഷമല്ലേ അവന്, നമുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വിശേഷങ്ങൾ, ഈ വലിയ സംഭവമൊന്നുമില്ല, എൻ്റേതായ കുറച്ച് വിശേഷങ്ങൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക, ലൈക്ക് തരാൻ മറക്കല്ല്, കമൻറ്റും സബും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോയും എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു, ഓക്കേ.